ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കമീറ റെസിപ്പിയാണ്. പക്ഷെ കമീറയല്ല ഉണ്ടാക്കിയെടുക്കുന്നത്, പ്ലെയിൻ ആയിട്ടുള്ള കമീറ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കമീറയിൽ കുറച്ച് ചിക്കനൊക്കെ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കമീറയാണ് ചെയ്യുന്നത്. ഇതൊരു സ്നാക്ക് റെസിപ്പിയാണ്. പാർട്ടികളിലൊക്കെ നമുക്ക് വെറൈറ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുപോലെ ഇപ്പോൾ ഇഫ്താറൊക്കെ വരെയല്ലേ, അപ്പോൾ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ച് വെക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. പാൽപ്പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് അതിൽ പകരം പാല് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പോളം ഇളം ചൂടുള്ള വെള്ളം ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ ചേർത്തിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം. ശരിക്കും നമ്മൾ കുബൂസിനൊക്കെ മാവ് ഉണ്ടാക്കുന്നില്ലേ, അതുപോലെയാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കണം. അടച്ചിട്ടൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 150 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ ഒരു 3-4 ഡ്രോപ്പ് റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാനിതൊരു ഫംഗ്ഷന് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു ചിക്കൻ കാണാൻ വേണ്ടി, നല്ല റെഡ് കളറായിട്ട്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ കുറച്ച് ഭംഗിയും കൂടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചേർക്കുന്നത്. ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റ് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ മാറ്റി വെക്കുക. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ടു ലോയിൽ വെച്ചിട്ട് സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങ് മറിച്ചിട്ട് കൊടുക്കുക. നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചിക്കൻ അങ്ങ് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു സെയിം പാനിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, ആവശ്യത്തിന് ഓയിലുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സാധാരണ ചെയ്യുന്നത് പോലെ സവാള നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ തന്നെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. അവസാനം നമ്മൾ ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത പോലെ തന്നെ അങ്ങനെ ചേർക്കലല്ല, അത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മിക്സിയിൽ ഇട്ടിട്ട് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു ബോണിലെ ഭാഗം ഒഴിവാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞ പാട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഈ ഒരു സമയത്ത് 1 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഭാഗത്തേക്ക് അങ്ങ് മാറ്റി വെക്കുക. അപ്പോഴേക്ക് നമ്മൾ കുഴച്ച് വെച്ച കമീറിൻ്റെ മാവുണ്ടല്ലോ, അത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുക്കുക. ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ നല്ല എളുപ്പമാണ്, അധികം അങ്ങനെ പണിയൊന്നുമില്ല. കുറച്ച് പൊടി അങ്ങ് വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഒരു ചെറിയ ബോൾ എടുക്കുക. ചെറുത് മതി, നല്ല കനം വേണ്ട. ജസ്റ്റ് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഓവറായിട്ട് അങ്ങ് പ്രസ് ചെയ്യും വേണ്ട. ഇതുപോലെയാണ് നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത്. ഇത്രേ പണിയുള്ളൂ, പരത്തിയ ഒന്നും വേണ്ട. ഇതുപോലെ എല്ലാം ചെയ്തെടുത്ത് അങ്ങ് വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക. കുറച്ചും കൂടി അങ്ങ് പൊങ്ങി കിട്ടും. അതിനുശേഷം നമ്മളിത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുട്ട മതി, ഒരു മുട്ട തന്നെ ധാരാളം. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പതുക്കെ അതങ്ങനെ പ്രസ് ചെയ്തിട്ട് അമർത്തരുത്, പതുക്കെ ഇട്ട് കൊടുക്കുക. ആ ഒരു വലിപ്പം അങ്ങനെ തന്നെ വേണം. നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഈ ഒരു ബാറ്റർ വെച്ചിട്ട് ഒരു 11 കമീറയോളം റെഡിയാക്കി എടുക്കാം.
ഇനിയിപ്പോൾ ലാസ്റ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നങ്ങ് ഇട്ട് കൊടുക്കുക. ഓയിൽ അങ്ങ് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഉൾഭാഗം നന്നായിട്ട് വെന്ത് കിട്ടേണ്ടതാണ്. അപ്പോൾ ഒരു സമയത്ത് 2 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ചൂടുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് പെട്ടെന്ന് തന്നെ ഒരു ബ്രൗൺ കളർ ആവും. അപ്പോൾ വേണ്ട പോലെ ഉൾഭാഗം കുക്ക് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാൻ പറയുന്നത് ലോ ഫ്ലെയിമിൽ. അപ്പോൾ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഓയിൽ കുടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഒരു ടിഷ്യൂ പേപ്പറിലേക്കോ ഒരു സ്ട്രെയിനറിലേക്കോ മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി ഷേപ്പ് ചെയ്ത് വെച്ച ആ കമീറയെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഇതെല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഫില്ലിങ് നിറച്ച് കൊടുക്കണം. അപ്പോൾ ഒന്നെടുക്കുക. ഞാൻ ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത്, നീളത്തിലല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നീളത്തിലും കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെ ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, നന്നായിട്ട് തന്നെ ഉൾഭാഗമൊക്കെ കുക്കായിട്ടുണ്ടല്ലോ, ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മുടെ ഫില്ലിങ് നിറച്ച് കൊടുക്കുക. കൈ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് ആവശ്യത്തിന് നിറച്ച് കൊടുക്കണം. ഫില്ലിങ് വേണം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലും കെച്ചപ്പോ മയോണൈസോ ഫില്ല് ചെയ്ത് കൊടുക്കാം. നല്ല തന്നെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്